നമസ്കാരം. ദ ഫേസ്ലെസ് തോട്ട്സ് എന്നുള്ള ഈ ചാനൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട്. നമ്മൾ കണ്ടു വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടി ഉണ്ടായ ദുരിതം എന്താണെന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വയനാട്ടിൽ 10 ദിവസത്തെ മഴ കൊണ്ടുണ്ടായ ദുരിതം ഇതാണ്, ഒരു ഉരുൾപൊട്ടൽ കൊണ്ടുണ്ടായ ദുരിതം ഇതാണെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടെന്ന് പറയുന്ന ഒരു അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാവാൻ പോകുന്ന ദുരിതം എന്താണെന്നുള്ളത്. വയനാട്ടിലെ ആ ഒരു മഴയിലുണ്ടായ മണ്ണിന് അടിയിലുണ്ടായ വെള്ളക്കെട്ടിൻ്റെ ഒരു 500 മടങ്ങെങ്കിലും വരും മുല്ലപ്പെരിയാർ അണക്കെട്ടിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. സോ അത് പൊട്ടി ഒരു പക്ഷേ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടെ കഴിയുന്നൊരു അവസ്ഥയായിരിക്കില്ല. അപ്പോൾ പറയും, താഴെ വന്ന് ഇടുക്കി ഡാമുണ്ട്, ഇടുക്കി ഡാം മുല്ലപ്പെരിയാറിലെ വെള്ളത്തെ താങ്ങിക്കൊള്ളുന്നു. അതെങ്ങനെ ശരിയാവുന്നത്? ഈ മുല്ലപ്പെരിയാർ പൊട്ടി വെള്ളം വരുമ്പോൾ ജലത്തിൻ്റെ ഒരു പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നതിനേക്കാൾ ഭീകരമായിരിക്കും. ആ ഭീകരമായിട്ടുള്ള ഒരു ശക്തിയിൽ വന്ന് ഇടുക്കി അണക്കെട്ടിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഇടുക്കി താങ്ങാനുള്ള സാധ്യത 0% എന്ന് ഞാൻ പറയേണ്ടി വരും. എനിക്ക് അതിനെക്കുറിച്ച് സയൻറ്റിഫിക്കലി അറിയാവുന്നതുകൊണ്ടല്ല. പക്ഷേ ഒരു പ്രദേശം മുഴുവൻ കുത്തി ഒലിച്ചു വരുമ്പോൾ അത് താങ്ങാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയില്ല. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതൊരിക്കലും താങ്ങാനുള്ള സാധ്യതയില്ല. ഓക്കെ, അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നത് വരെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യണോ? അല്ലാന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ സാമുദായികമായിട്ടുള്ളൊരു പ്രക്ഷോഭമായിട്ട് അതിനെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ കോടതിയുടെ വിധി, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയോ, അല്ലെങ്കിൽ എത്രയും ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യേണ്ടതല്ലേ? അത് ചെയ്ത് നമുക്കതിനകത്ത് നിന്ന് ഒരു പ്രശ്നം ഒഴിവാക്കേണ്ടതല്ലേ? തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കേണ്ടെന്നല്ല, തമിഴ്നാട്ടിലെ പച്ചക്കറി വേണ്ടെന്നല്ല. തമിഴ്നാട്ടിന് വെള്ളം വേറെ ഏതെങ്കിലും ഡാമുകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ച് അവർക്ക്, അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും പുഴകളുണ്ട്, കേരളത്തിൽ ഇത്രയും ജലസ്രോതസ്സുകളുണ്ട്, പലയിടത്തായിട്ട് ഡാമുകളും കാര്യങ്ങളും ഉണ്ട്. സോ മുല്ലപ്പെരിയാർ ഡിമോളിഷ് ചെയ്ത് പകരം ഒരു ഡാം ഉണ്ടാക്കി കമ്മീഷൻ ചെയ്യുന്നവരെയുള്ള സമയത്ത് മറ്റ് ഡാമുകളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും ജലം കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. കാരണം എത്രയോ വർഷം ആയ ഡാമാണ്, 120-128 എത്രയോ വർഷങ്ങളോളം ആയ ഡാമാണ്. എല്ലാത്തിനും ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞ സംഭവമില്ലേ? മനുഷ്യനാണെങ്കിൽ അങ്ങേയറ്റം 70 വയസ്സ് വരെ ജീവിച്ചിരിക്കും, അല്ലെങ്കിൽ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കും. അതായത് ഓരോ ജീവജാലങ്ങൾക്കാണ് ശരി, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പെര വെച്ച് കഴിഞ്ഞാൽ അതിന് കണക്കാക്കുന്ന ആയുസ് എന്ന് പറഞ്ഞാൽ 50 വർഷം അല്ലെങ്കിൽ 60 വർഷം. 50 വർഷം തന്നെ ഇന്നത്തെ കാലത്തൊരു പെര ഉണ്ടാവുമെന്ന് സംശയമാണ്. അപ്പോൾ ഈ 120 വർഷത്തിന് മുകളിലായിട്ടുള്ളൊരു ഡാം, അതും ഇത്രയും ഭാരം വഹിക്കുന്ന ഒരു ഡാം, അത് നിലനിൽക്കും എന്ന് ഉറപ്പ് പറയാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. സോ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരുപക്ഷെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനം പിന്നീട് ഉണ്ടാവില്ല. ഇത്രയും വരുന്ന ജനങ്ങൾ മുഴുവൻ മരിച്ചു കഴിഞ്ഞാൽ, മരിക്കുന്നത് ചിലപ്പോൾ ഒരു 35 ലക്ഷം ആണെങ്കിൽ, മണ്ണിൻ്റെ അടിയിലും അവിടെയും പെട്ട് ഈ കിടക്കുന്ന മൃതദേഹങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, എല്ലാ ജീവജാലങ്ങളുടെയും മൃതദേഹങ്ങളിൽ നിന്ന് വൈറസ്, ബാക്ടീരിയ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായി കേരളത്തിനെ മൊത്തം അത് ബാധിക്കും. സോ ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഡാം ഡിമോളിഷ് ചെയ്ത് പകരം പുതിയ അവിടെ ഒരു ഡാം നിർമ്മിക്കുക. അത് നിർമ്മിക്കുന്നവരെ കേരളത്തിൽ നിന്ന് മറ്റേതെങ്കിലും ഡാമുകളിൽ നിന്നോ മറ്റേതെങ്കിലും
ജലസ്രോതസ്സിൽ നിന്നോ തമിഴ്നാടിന് വേണ്ടത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ അത് കൊടുത്ത് നമുക്കിത് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് എനിക്കും വ്യക്തിപരമായിട്ട് തോന്നുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നോ രണ്ടോ അല്ല, എല്ലാ മനുഷ്യരും, സാധിക്കുന്ന എല്ലാ മനുഷ്യരും അതിന് വേണ്ടിയിട്ട് മുൻപോട്ട് വരണം. എല്ലാവരും അതിലോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ ജീവന് നമുക്ക് വിലയില്ലെങ്കിൽ വേറെ പുറത്തുള്ള ആർക്കെങ്കിലും അതിനകത്ത് വില ഉണ്ടാവൂ? നമ്മുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ പുറത്തുനിന്നുള്ള ആരെങ്കിലും അതിനകത്ത് പരിഹരിക്കാൻ വരുമോ? നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ഒരുമിച്ച് നിന്ന് പരിഹരിക്കാൻ ശ്രമിക്കണം. അതിൻ്റെ പേരിൽ എന്ത് പ്രക്ഷോഭം അല്ലെങ്കിൽ എന്ത് ചെയ്യണോ അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പം അത് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാനോ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ അല്ലെങ്കിൽ എല്ലാവരും ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം, നമുക്കെല്ലാവർക്കും നേടിയെടുക്കാം. ഇങ്ങനൊരു പ്രശ്നം കേരളത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഭരണാധികാരികൾ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ അവർ ചെയ്യും, MLA മാർ ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ MP മാർ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടം നമ്മൾ ഈ കേരളത്തിന് മാത്രമാണ്. നമ്മൾ എഡ്യൂക്കേഷൻ വൈസ് നമ്മൾ ഹൈ ലെവലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സംസ്കാരമുള്ളവരാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. വെള്ളം വന്നാൽ നമ്മളെല്ലാവരും മരിച്ചു പോകും. അതിനകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. പറ്റുമെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സും ഇതേ കാര്യങ്ങൾ എല്ലാ പ്രേക്ഷകരിലോട്ടും എല്ലാ വീഡിയോയിലും എത്തിക്കാൻ ശ്രമിക്കുക. എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പറ്റുമെങ്കിൽ മുഴുവൻ ജനങ്ങൾക്കും ഇതിനു വേണ്ടിയിട്ടാണ് നിരക്കുക. ഇവിടെ ജാതി മതം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരുടെ ആവശ്യമാണ്. വെള്ളം പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജാതിയിലോ ഒരു മതത്തിലോ പെട്ട ആൾക്കാരെ മാത്രമല്ല കൊണ്ടുപോവുക, എല്ലാ മനുഷ്യരെയും കൊണ്ടുപോകും, എല്ലാ ജീവജാലങ്ങളെയും കൊണ്ടുപോകും. ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത എല്ലാ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത എല്ലാ നിർമ്മിതികളും നശിച്ചു പോകും. സോ എല്ലാവരും മനസ്സറിഞ്ഞ് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. എല്ലാ മനുഷ്യരും, കേരളത്തിലെ എല്ലാ മനുഷ്യരും ഇതിനെതിരെ ശബ്ദം ഉയർത്തുക. അത്രേ പറയാനുള്ളൂ. താങ്ക് യു.